ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കക്കൂസിൽ, ഇറച്ചി പാകപ്പെടുത്തുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ച്. പന്തളത്ത് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സ്ഥിതി വ്യക്തമായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ 3 ഹോട്ടലുകൾ പൂട്ടി. കടയ്ക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ഹോട്ടലുകളിൽ കക്കൂസുകളാണ് അടുക്കള. ആകപ്പാടെ മനസ്സ് മടുപ്പിക്കുന്ന കാഴ്ചകൾ. സ്ഥാപനങ്ങൾക്കൊന്നും നഗരസഭയുടെ പ്രവർത്തനാനുമതിയില്ല. കക്കൂസ് മാലിന്യവും ജൈവ അജൈവ മാലിന്യങ്ങളും സമീപത്തെ പാടത്തേക്കും നീർച്ചാലിലേക്കും ഒഴുക്കിവിടുന്നതായും വ്യക്തമായി. കുരമ്പാല സ്വദേശി അൻവർ, തോന്നല്ലൂർ സ്വദേശികൾ ഷാഫി, സാബു എന്നിവരുടെ കെട്ടിടങ്ങളിലാണ് ഭക്ഷണശാലകൾ പ്രവർത്തിച്ചു വന്നത്. ഇവിടെ 100 കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുമുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഈ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3 സ്ഥാപനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ്. നോട്ടീസ് നൽകിയെങ്കിലും ഉടമകൾ അത് വകവയ്ക്കാതെ നിർമ്മാണം തുടരുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 6 ഹോട്ടലുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് കർശനമായിട്ട് നോട്ടീസ് മുഖേന നൽകിയിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഇവിടെ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുള്ളത്. നഗരസഭ ഹെൽത്ത് വിഭാഗം 3 കെട്ടിട ഉടമകൾക്കുമെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.